ആ ഇവിടെ ഈ കെട്ടിടത്തിന്റെ മുകളിലാണ് ശുക്കൂറിന്റെ കൂടെ ഉണ്ടായിരുന്ന രാജു താമസിക്കുന്നത്. സാറേ, ഇതെന്താ സാറേ പട്ടിയെ പോലെ പൂട്ടിട്ട് പോകുന്നേ? ഇങ്ങനെയാണ് എന്നെ കൊണ്ട് പറ്റിയല്ല. എന്നെ തിരിച്ച് ജയിലിൽ കൊണ്ട് വിട്ടേര്. മനുഷ്യന് ഒരു വിശ്വാസമില്ലെന്ന് വെച്ചാൽ എങ്ങനെ ജീവിക്കുക? ഒരുമാതിരി മൂന്നാം തരം കള്ളന്മാരോട് പെരുമാറുന്നത് എന്നോട് പെരുമാറുന്നത് കേട്ടോ. സാറേ, സാറേ, എന്തിനാ സാറേ താഴെ ഇടുന്നേ? എന്നാ പിടിച്ചു. തന്നോട് ആര് പറഞ്ഞു വിലം കഴിക്കാൻ? ആരും പറഞ്ഞില്ല സാറേ. പക്ഷെ വിലം കഴിക്കാതെ ഇവനെ പിടിക്കാൻ പറ്റുമോ? നോക്കി പൂട്ടിക്കോ, പൂട്ടിക്കോ സാറേ. എവിടെയാണ്? അറിയത്തില്ല അല്ലേ? പറയടോ. ഞാൻ പറയാം. ഷുക്കൂർ ഹോട്ടൽ ഇന്റർനാഷണലുണ്ട്. വാ സാറേ, നമുക്ക് അകത്ത് പോയി നോക്കാം. വേണ്ട, നീ ചെല്ലേ. എന്നെ അവിടെ എല്ലാരും അറിയും. കറക്റ്റ്. അപ്പൊ സാറ് കാര്യം ചെയ്യും. സാർ ആ തോക്കിഞ്ഞതാ. തോക്കോ? ഒരു തോക്കെങ്കിലുള്ള ഞാൻ അങ്ങോട്ട് ചെന്ന് അവന്മാരനെ ഇടിച്ച് പിരുത്തുകളായി. തോക്ക് മറ്റൊരാൾ കൈമാറിക്കൂടാ. ഓ, അപ്പൊ ജയിൽ പുള്ളിയായ എന്നെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കാം അല്ലേ? അത് കുറ്റവാളിയെ കണ്ടുപിടിക്കാനാണ്. ശരി, എന്നാ തോക്ക് തരണ്ട. സാറിന്റെ കയ്യിലെ ഒരു കാർഡ് ഉണ്ടല്ലോ, ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കാണിക്കുന്നേ. എന്താ എന്റെ പേര്? ഐഡന്റിറ്റി കാർഡോ? അവൻ തന്നെ. അവനെങ്കിലും എന്റെ കയ്യിൽ ഇരുന്നാലേ എനിക്കൊരു ബലം ഉണ്ടാവുള്ളൂ. നീ ഇത് സൂക്ഷിക്കണം. പിന്നെ ഇത് കാണിക്കാനല്ല സാറേ, ചുമ്മാ ഒരു ബലത്തിലല്ലേ. ശരി, നീ ചെല്ലേ, ഞാൻ പിന്നെ വന്നേക്കാം. എന്ത് വേണം സാർ? കൊഞ്ഞാക്കുണ്ടോ? കൊഞ്ഞാക്ക് ഇല്ല സാർ. ഷിവ സെറീഗൽ? നോ സാർ. ഷുക്കൂറുണ്ടോ? ഇല്ല സാർ. കോച്ചല്ല, നിന്റെ മുതലാളി? എനിക്കറിയില്ല സാർ. അറിയില്ലല്ലേ? ഇല്ല. ഇല്ല. കള്ള കഴിവണവനെ കുത്തിന്റെ പാങ്ക്രിയാസ് ഞാനെടുത്തത്. എവിടാ ഷുക്കൂർ? എനിക്കറിയില്ല സാർ. അറിയില്ല സാർ. പറയടാ. ഞാൻ സത്യമാ സാറേ പറയുന്നത്. പറയടാ. എനിക്കറിയില്ല സാർ. രണ്ടിനായിരിക്കും അല്ലേ? ശരിയാവൂല. നിങ്ങൾ എന്നെ തല്ലും, ഞാൻ നിങ്ങളെ തല്ലും, പിന്നെ അത് കൂട്ടത്തല്ലാവും. ഇത് നമ്മൾ എത്ര സിനിമ കണ്ട അച്ഛനെ. അതുകൊണ്ട് വേണ്ട. പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും അല്ലേ? അവിടെ നിന്ന് തന്നെ ഞാനും വരുന്നേ. ക്രൈംബ്രാഞ്ച് CID ഓഫീസർ. കൂറ് എവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇടിച്ച് പേരുത്ത് കളയുന്നെ. ഹെൽത്ത് ക്യാമ്പ് നടത്തുന്ന സോഫിയാടെ വീട്ടിലുണ്ടോ?
പോലീസ് പോലീസ് സാറ് പോലീസാ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഷുക്കൂറിനെ വിളിക്കണം. ഷുക്കൂറോ? ആമാ, യുവർ ബാസ്. ഓഹോ, വരൂ. ഇരിക്കൂ. അപ്പോ നിങ്ങൾക്കത് അറിയില്ലല്ലേ? ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ട് നാളുകളായി. അയാളൊരു കൊള്ളക്കാരൻ മാത്രമല്ല, ഒരു സാഡിസ്റ്റ് കൂടെയാണ്. കള്ളം, പച്ചക്കള്ളം. ഇതാ നോക്കൂ, ഇത് കണ്ടോ? ആ മനുഷ്യൻ ചുരുട്ടുകൊണ്ട് പൊള്ളിച്ച പാടാണ്. പുള്ളിപ്പോയി സാറേ. ആവശ്യം കഴിഞ്ഞാൽ സ്ത്രീകളെ വേദനിപ്പിക്കുന്നത് ആ ദുഷ്ടന്റെ ഒരു രസമാണ്. I hate him. I hate him. പാവം, ഇവിടെയാണ് പുള്ളി അതല്ലേ? ആ, ഉടുപ്പെന്ന് വിട് സാറേ. ആളെപ്പടെ ഒരു ഉടുപ്പ് അത് കീറിപ്പോയി, പിന്നെ ഞാൻ വേറെ ഉടുപ്പിനോട് പോകും. വന്നിരുന്നോ? ആ രാജുവായിരിക്കും എല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ആ എന്നിട്ടെന്താ? ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു. പാവങ്ങൾ പുലിയെ പോലെ വന്നു, അവസാനം പൂച്ചയെ പോലെ പോകേണ്ടി വന്നു. ഓക്കെ, ബൈ. സാറേ നിർത്തി നിർത്തി നിർത്തി. എന്താ സാറേ, എനിക്കൊരു പാനും ഷർട്ടും വേണം. വേണ്ട വേണ്ട, ഇതൊക്കെ മതി. ഞാൻ എത്ര ദിവസമായി സാറേ ഇത് തന്നെ ഇട്ട് നടക്കാൻ തുടങ്ങിയിട്ട്? സാറ് നാറുന്നില്ലേ? എനിക്ക് തന്നെ നാർന്നു. അതൊക്കെ പിന്നീട് വാങ്ങാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് നാലാളുടെ മുമ്പിൽ ഇറങ്ങി നടക്കാനുള്ളതല്ലേ? പെമ്പിളെ നിർത്തിയിടുമ്പോ അവര് മൂക്ക് പൊത്തൂല്ലേ സാറേ? ചേടാ, ഇത് വലിയ ശല്യമായല്ലോ. ആ, അത്ര വലിയ ശല്യമാണെങ്കിലേ എന്നെ തിരിച്ചുകൂടെ ജയിലിൽ വിട്ടേര്. ഒരു ദിവസമാണ് ജീവിക്കുന്നതെങ്കിലും അത് നല്ല ഡ്രസ് ഇട്ട് അന്തസ്സായിട്ട് ജീവിക്കണം. ഒന്ന് വാങ്ങിച്ചു ആ സാറേ, ചുമ്മാ പിച്ചിക്കാതെ. ഈ കണക്കിന് ഞാൻ മോഷ്ടിക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. അയ്യോ എന്റെ പൊന്നു സാറേ, അതൊന്നും വേണ്ട. എന്നെ വെള്ളക്കടിക്കരുത്, അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി വാങ്ങിച്ചോട്ട് വരാം. ആ, ഏയ് ഈ രാത്രി എവിടെ പോയിട്ട് വരുന്നു? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് വരിക. നിങ്ങളൊന്ന് പരിശോധിക്കണം. നിങ്ങൾക്ക് സ്മഗ്ലിംഗ് സംഘവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ആരാ? ക്രൈംബ്രാഞ്ച് CID ഓഫീസർ. അങ്ങോട്ട് മാറി നിൽക്കേ, ഞാനൊന്ന് പരിശോധിക്കട്ടെ. ആ ബാഗ് എടുത്ത് കയ്യിലേക്ക് വെക്കാൻ. കൈമുക്ക്. എന്തൊക്കെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്? കുട്ടി വയ്ക്കോളൂ, ഇവൻ പോലീസ് ഓഫീസറൊന്നും അല്ല. സാർ എന്ത് പണിയായി കാണിച്ചത്? ആ പെണ്ണിന്റെ മുമ്പ് ഞാൻ പോർണയില്ലേ? മേലെ ഇത്ര പോക്കിരുത്തം കാണിച്ചാണ്ടല്ലോ, അടിച്ചു നിന്നെ. ഓ പിന്നെ അടിക്കും. എന്റെ കയ്യിലെ തേങ്ങ പറിക്കാൻ പോകൂ. പോലീസും തൊപ്പിയാണെന്നും ഞാൻ നോക്കുകയല്ല. തനിക്ക് അധിക പ്രസംഗം കുറച്ച് കൂടുന്നുണ്ട്. ആ പിന്നെ അല്ലാതെ ഞാൻ ആ പെൺകുട്ടി ഒന്ന് തൊട്ടെന്ന് പറഞ്ഞ് സാറിന് എന്ത് പറ്റി? സാറിന് വല്ലതും തേഞ്ഞു പോയോ? കേരള ജീപ്പില്. ആ, അതൊക്കെ കയറാം. പക്ഷെ എനിക്ക് വിശക്കണേ എന്തെങ്കിലും വാങ്ങിച്ചു. നീ ഇപ്പോഴല്ലേ കഴിച്ചത്? അതൊക്കെ ദഹിച്ചു സാറേ. മനുഷ്യന്റെ വയറ്റിൽ കുടലില്ലേ? പിന്നെ കഴിക്കാന്ന്. സാർ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചാൽ ഞാൻ ചത്തുപോകും. പിന്നെ സാറ് ശവത്തിന് ഉത്തരവാദിത്തം പറയേണ്ടി വരും. ആ ഉടുപ്പ് ഞാൻ ഇട്ട് നോക്കട്ടെ. മനുഷ്യന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും സാറേ.
ഞാൻ 2 പൊറോട്ടകൾ വേണം, പിന്നെ 2 ചിക്കൻ റോസ്റ്റ്. ശരി. ആ പിന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു സൂപ്പ്. എന്താ പോലെ സാറേ? നീ ഇങ്ങനെ വലിച്ചു വാരി തിന്നാലേ വയറിന് കേട് പിടിക്കും. സാറിനത് പറയാം. സാറിന്റെ കൂടെ കൂടിയ പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമാ. ആ ജയിലിൽ വെച്ചൊന്ന് കൊഴുത്തു വന്നതാ. വരൂ. ആ മോളെ, ഇതെന്റെ ഫ്രണ്ട് സുരേഷ്. ഇതാരാണെന്ന് മനസ്സിലായല്ലോ. അതെ അതെ അതെ. ഇനി ഏതാനും ദിവസം കൂടി കഴിഞ്ഞാൽ പ്രൊമോഷൻ കിട്ടും ജയിലിലേക്ക്. വാ. അയ്യോ 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 എന്താടോ? എന്റെ വയറുവേദന എടുക്കണ്ടേ. അയ്യോ, ആ ഹോട്ടലിൽ വെച്ച് വലിച്ചു വാരി തിന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ. അനുഭവിച്ചോ? എന്തെങ്കിലും മരുന്ന് സാറേ, അല്ലെങ്കിൽ ഞാനിപ്പോ ചത്തുപോകും. ഇതെന്താ ഹോസ്പിറ്റലോ? അയ്യോ ഒന്നുമില്ല. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? മരുന്ന് ഇവിടെ കാണും, ഞാൻ നോക്കട്ടെ. അങ്കിളെ, അങ്കിൾ എന്താ കഴിച്ചേ? അങ്കിൾ ഒന്നും കഴിച്ചില്ല മോളെ. ഒരു 3 ഫുൾ ചിക്കൻ, 8 പൊറോട്ട, 3 മുട്ട പുഴുങ്ങിയത്, പിന്നെ ഒരു സൂപ്പ്. സാധാരണേ അങ്കിൾ അങ്ങനെ ഇങ്ങനെ ദഹനക്കുറവൊന്നും വരാത്തതാ. പിന്നെ എന്ത് പറ്റിയെന്ന് ചിക്കൻ ചെയ്തതായിരിക്കും. അയ്യോ, ഞാൻ മരുന്ന് കഴിക്കും. സാരമില്ല, ഒറ്റ വലിക്ക് കുടിച്ചാ കൈപ്പറിയില്ല. എനിക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ എന്റെ പെങ്ങൾ ശോഭ എനിക്ക് മരുന്ന് തരുമായിരുന്നു. അല്പം കയ്പുണ്ടെങ്കിൽ ഞാൻ തുപ്പിക്കളയുമായിരുന്നു. ജയദേവൻ സാറിന്റെ ഭാര്യ എന്നോട് ഒറ്റ വലിക്ക് കുടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ പെങ്ങളെ ഓർത്തുപോയി. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരു പെങ്ങൾ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. നിർമ്മലേ, എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. വാമോളെ. അങ്കിൾ, ഇപ്പൊ വയറ്റുവേനൊക്കെ മാറിയോ? ആ, മാറി വരുന്നു. ഇന്നലെ വരാമെന്നും പറഞ്ഞല്ലേ ചേട്ടൻ പോയത്? വരാൻ പറ്റിയില്ല. കൊല്ലത്തും കോട്ടയത്തും ഒക്കെ അവനെ നോക്കി പോകേണ്ടി വന്നു. ഡാഡി, ഡാഡി പോണ്ട ഡാഡി. ഡാഡി പോയിട്ട് വേഗം വരാൻ മോളെ. വ്യാഴാഴ്ച മോളുടെ ബർത്ത്ഡേ ആണ്. അന്നെങ്കിലും ചേട്ടൻ ഇവിടെ ഉണ്ടാവോ? അത് കൊള്ളാം. എന്റെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ വന്നില്ല, പിന്നെ ആരാ വരുന്നേ? അല്ലേ മോളെ? നല്ല ഡാഡി. സുരേഷ്, നീ എന്താ ആലോചിക്കുന്നത്? സാർ, എനിക്കെന്റെ പെങ്ങളൊന്ന് കാണണം. പെങ്ങൾ എവിടെയാണ്? നാട്ടില്. സാർ, എനിക്ക് അവിടെ വരെ ഒന്ന് പോണം സാർ. അത് ബുദ്ധിമുട്ടാണ് സുരേഷ്. സാർ, എന്റെ പെങ്ങൾ തനിച്ച ഇപ്പൊ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ സുരേഷ്, ഇനി കുറച്ചു ദിവസം കൂടെ ബാക്കിയുള്ളൂ നിന്നെ ജയിലിലേക്ക് തിരിച്ചയക്കാൻ. അതിനു മുമ്പ് ഷുക്കൂറിനെ കണ്ടുപിടിച്ചേ പറ്റൂ. നമ്മുടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ചങ്ങലയിൽ കൊണ്ടു നടക്കുന്ന പോലീസ് നായയെ പോലെയാണ് കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ സാർ എന്നെ കൊണ്ടു നടക്കും. കുറ്റവാളിയെ പിടികിട്ടി കഴിഞ്ഞാൽ പിന്നെ പോലീസ് നായ്ക്ക് എന്താ വില? ഒരു വിലയില്ല. അത് വീണ്ടും കൂട്ടിനുള്ളിലായി. അതുപോലെ തന്നെ ഞാൻ. പിന്നെ സാറിന് പ്രൊമോഷനായി, പദവിയായി. എല്ലാം സാറിന് കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. ഏതാനും ദിവസത്തെ പരിചയമേ നമ്മൾ തമ്മിലുള്ളൂവെങ്കിലും എനിക്ക് സാറിന് ഇഷ്ടമായി. കുറ്റവാളിയെ കണ്ടുപിടിക്കാനാണെങ്കിലും ജയിൽ പുള്ളിയെ കൂട്ടുകാരനെ പോലെ കൂടെ കൊണ്ടു നടക്കുന്നത് പോലീസുകാരന്റെ ചരിത്രത്തിൽ ആദ്യമായി. സാരമില്ല സാറേ, എനിക്കെന്റെ പെങ്ങളെ കാണണമെന്നില്ല. സാറിന്റെ ലക്ഷ്യം തെറ്റിക്കണ്ട. നമുക്ക് പോവാം.